രാവിലെ തന്നെ എന്താ ഇത്ര സൗണ്ട് എന്നറിയാൻ താഴെ വന്ന് നോക്കുന്ന സമയത്താണ് ജിഷോണും വിഷ്ണു വിപ്പി ഒച്ചത്തിൽ ടി വി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ പറ്റൂല എന്ന് പറയുമ്പോഴത്തേക്കും ജിഷോൺ എന്നെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു. എന്തോ ഭാഗ്യം കൊണ്ട് കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾ നേരെ വന്നത് ഗാലക്സിയിലേക്കാണ്. ഈ ഒരു ടോക്കൺ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സാധനവും പകുതി വിലക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും വേറെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തിനോ വേണ്ടി പി അതങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് പി ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ 2-3 റൗണ്ട് അടിക്കുമ്പോഴത്തേക്കും വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഈ ഒരു AC കാണാൻ വെച്ചതാണോ വിൽക്കാൻ വെച്ചതാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും AC ഓണല്ല, അതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടെടുത്ത് വെന്തുരുകിയിട്ടാണ് ഇവിടെ എല്ലാ ആൾക്കാരും സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പി ആണെങ്കിൽ 50% ഡിസ്കൗണ്ട് എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ വിട്ടുതരില്ല എന്നുള്ള രീതിയിലാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പുറത്ത് വന്ന് ഒരു ഐസ്ക്രീം വാങ്ങി, അതും പിന്റെ പൈസക്ക്. പിന്നെ ഞങ്ങൾ മൂന്ന് ഭാഗത്തേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്താണ് അർജുന്റെ വീട്ടിൽ ഒരു പശുക്കുട്ടിനെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നേരെ അർജുന്റെ പശുക്കുട്ടിനെ കാണാൻ പോകും. ഇതാണ് കാസർഗോഡ്. എന്തായാലും ഒരു പശുക്കുട്ടിനെ ആദ്യമായിട്ടാണ് ഞാൻ തൊടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തോടെ ഞാൻ പശുക്കുട്ടിനെയും തൊട്ട് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പശുവിനെ ഒന്നും കൂടി മുറുക്ക് പിടിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ സാധനങ്ങളൊന്നും ചോദിക്കാതെയും പറയാതെയൊക്കെയാണ് ഞാൻ സാധാരണ കൊണ്ടുപോകാറ്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും.